അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മട്രാസ് 2മായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ. ഖത്തറിലേക്ക് വരുന്നതിനായി നാട്ടിൽ നിന്നും മെഡിക്കൽ കഴിയുന്ന ആളുകളുടെ ഡോക്യുമെന്റിൽ വരുന്ന തിരുത്തലുകൾ നമുക്ക് മട്രാസ് വഴി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പല ആളുകളും മെഡിക്കലിനായി ഒരു ദിവസമോ 2 ദിവസമോ മുന്നേ, ഇപ്പോൾ നമ്മുടെ ചെന്നൈയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും അതുപോലെ കൊച്ചിയിലാണെങ്കിലും 1-2 ദിവസം മുന്നേ ട്രാവൽ ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് മെഡിക്കലിനായി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടിൽ വരുന്ന ഇതുപോലെ നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കറക്ഷൻസുകൾ കാരണം കൊണ്ട് തന്നെ തിരിച്ചു വരികയും പിന്നീട് ഒരു ദിവസത്തിനായി അവർ വീണ്ടും പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ പല ആളുകളും നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ആ ക്ലയൻറ്റിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ മട്രാസ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിനായി ഖത്തറിലേക്ക് മെഡിക്കൽ എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ അതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ് മട്രാസ് വഴി ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോ സഹിതം തന്നെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മെഡിക്കൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ആദ്യം ഉണർത്തുകയാണ്. ചില ആളുകളുടെ പാസ്പോർട്ടിൽ ഇതുപോലെ ഗിവ് നെയിം മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ പേരും അതോടൊപ്പം തന്നെ വീട്ടുപേരുമായി ചേർത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ ഗിവ് നെയിമിൽ നമ്മുടെ പേരും മുകളിൽ നമ്മുടെ സർനെയിമായി ചില ആളുകളുടെ നമ്മുടെ വീട്ടുപേരുമായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നെയിമായി നമ്മുടെ പേരും ലാസ്റ്റ് നെയിമായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് നെയിം അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തു, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, ഫോർത്ത് നെയിം കോളങ്ങൾ ബ്ലാങ്കാണ് ഒഴിച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് നെയിമിൽ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ വീട്ടുപേരുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആഡ് ചെയ്താൽ ഒരു കാരണവശാലും മെഡിക്കൽ സെൻറ്ററുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുകയില്ല. പകരം നമ്മളെ അവിടെ നിന്നും തിരിച്ചയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, ഈ വെറും 2 പേര് കൊണ്ട് മാത്രം നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്താൽ ഒരു കാരണവശാലും നമുക്ക് മെഡിക്കൽ ചെയ്യാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ സുഹൃത്തിന് മെഡിക്കൽ എടുത്ത ഡേറ്റാണ് 1 ഏപ്രിൽ. അദ്ദേഹം ഇതുപോലെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെഡിക്കലിന് പോകാൻ കഴിയാതെ അവിടെ നിന്ന് തിരിച്ചയക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വിഷയം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് നെയിമും അത് നമുക്ക് മെഡിക്കൽ എടുക്കുന്ന സമയത്ത് തന്നെ, നമുക്ക് മെഡിക്കൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ താഴെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, ഫോർത്ത് നെയിം ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ലാസ്റ്റ് നെയിമായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ പുതിയൊരു അപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിന് വേണ്ടി എടുത്താണ് നമ്മളിവിടെ കാണുന്നത്. 15 ഏപ്രിൽ മെഡിക്കൽ എടുത്താണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, ശേഷം സെക്കൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്, തേർഡ് നെയിം കൊടുത്തിട്ടുണ്ട്, ഫോർത്ത് നെയിം ഇല്ല, പകരം ലാസ്റ്റ് നെയിമാണ് കൊടുക്കേണ്ടത്. ഫോർത്ത് നെയിം ഉണ്ടെങ്കിൽ ഫോർത്ത് നെയിം കൊടുക്കാം, ഇല്ല എങ്കിൽ ലാസ്റ്റ് നെയിം നിർബന്ധമായും നമുക്ക് വേണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ഗിവ് നെയിമിൽ കൊടുത്തിട്ടുള്ള പേര് അത് ഫസ്റ്റ് നെയിമായും അതോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് സെക്കൻഡ് നെയിമായും നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിലെ ബാക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ നെയിമും അതോടൊപ്പമുള്ള ഫാദർ നെയിമിനോട് ചേർന്നിട്ടുള്ള പേരും അതുമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഗിവ് നെയിമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരും അതോട് ചേർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നെയിമുമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബാക്ക് പേജിലോട്ടാണ്. ബാക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ നെയിം തേർഡ് നെയിമായും അതുപോലെ അതോടൊപ്പമുള്ള ഈ പച്ചയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള അതോടൊപ്പമുള്ള അടുത്ത പേര് ലാസ്റ്റ് നെയിമായിട്ടുമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു വിഷയം മെഡിക്കലിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അല്ലാത്ത പക്ഷം നമുക്ക് മെഡിക്കലിന് പോകാൻ കഴിയാതെ അവിടുന്ന് നമ്മളെ തിരിച്ചയക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഇത് നമുക്കിവിടെ കാണുന്നത് പോലെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, ലാസ്റ്റ് നെയിം നിർബന്ധമായും വേണം. അപ്പോൾ പ്രത്യേകം ഈ ഒരു വിഷയം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തതായി നമുക്ക് മട്രാസ് വഴി എങ്ങനെയാണ് നമുക്കത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനായി നമ്മൾ മട്രാസ് ഓപ്പൺ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെടുക്കുന്ന ലേബേഴ്സിൻ്റെ സ്പോൺസർഡ് മട്രാസിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. വിസ എന്ന സർവീസിൽ നമ്മൾ പോകുന്നു. വിസ ഓപ്പൺ ചെയ്തതിന് ശേഷം
നമുക്കിവിടെ കാണാൻ കഴിയും വിസ സർവീസസ്, വിസ ഇഷ്യൂ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ വർക്ക് പ്രോസസ്സ്. നമ്മൾ അടുത്തായിട്ട് പോകുന്ന ഓപ്ഷൻ എക്സ്റ്റേണൽ വർക്ക് പ്രോസസ്സ് എന്ന ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും വിസ അപ്ഡേറ്റ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കാണാൻ കഴിയും നമ്മൾ വിസ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിരിക്കും. ആ നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ പാസ്പോർട്ട് നമ്പറിലുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ പേരിലുള്ള ചേഞ്ചസ് എല്ലാം നമുക്കിവിടെ കറക്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ കാണുന്ന അപ്ലിക്കേഷൻ നമ്പർ, ഫോർ എക്സാമ്പിൾ കൊടുത്തിരിക്കും WB എന്നൊക്കെ തുടങ്ങുന്ന VB ഇപ്പോൾ 2024 എന്ന് തുടങ്ങി നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുക. ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് കാണിക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാകും. നമ്മൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം അപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു കോളം നമുക്കവിടെ കാണാൻ കഴിയും. അത് ജസ്റ്റ് ടച്ച് ചെയ്ത് നെക്സ്റ്റ് ഒന്നുകൂടി അടിച്ചാൽ നമുക്കവിടെ പാസ്പോർട്ട്, നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടിൻ്റെ പേരും നമ്പറും അതുപോലെ തന്നെ എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും. ഏത് തരത്തിലുള്ള തിരുത്തലാണ് നമ്മൾക്കവിടെ ആവശ്യമെങ്കിൽ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം നമ്മൾ അവിടെ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്താൽ അടുത്തതായി നമുക്ക് ഗാലറിയിലുള്ള നമ്മുടെ ആ ക്ലയൻറ്റിൻ്റെ പാസ്പോർട്ട് കോപ്പി ആഡ് ചെയ്യാം. അതല്ല എങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഫോട്ടോ എടുത്തും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് വരിക. അത് ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് കൊടുത്താൽ അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ആവുകയും അവിടെ മെഡിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസവും കൂടാതെ മെഡിക്കൽ എടുക്കാനും സാധിക്കുന്നതാണ്. മറിച്ച് നമ്മൾ എമിഗ്രേഷൻ സെക്ഷനിൽ പോവുകയാണെങ്കിൽ അത് അപ്ഡേറ്റ് ആവുന്നത് തന്നെ പലപ്പോഴും കാലതാമസം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മട്രാഷ് വഴി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യുവാനും നമ്മുടെ വരാനുദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ തന്നെ മെഡിക്കൽ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കമൻറ്റ് നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർച്ചയായും നമ്മൾ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.